വെൽക്കം ബാക്ക് ടു ചാനൽ കോമിക് പാരഡൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സോണി കാണിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് മണ്ടത്തരങ്ങളെ പറ്റിയിട്ട് തന്നെയാണ്. അപ്പോൾ ആക്ച്വലി സോണിക്ക് ഇപ്പോൾ അവരുടെ ആ ഒരു പ്രോജക്റ്റ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു കാര്യം തന്നെ അവർക്ക് ഇപ്പോൾ അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള വിശദമായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ പറയാനായിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാനായിട്ട് പറയാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ വർഷം നമ്മുടെ സോണിയുടെ സൈഡിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോകുന്ന 3 മൂവീസാണ് ഉള്ളത്. അപ്പോൾ അതാണെങ്കിൽ നമ്മുടെ സോണിയുടെ സ്പൈഡർമാൻ യൂണിവേഴ്സ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സ്പൈഡർമാൻ ഇല്ലാത്തൊരു യൂണിവേഴ്സ് തന്നെയാണ് സോണിക്ക് ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലിപ്പോൾ റീസെൻ്റായിട്ട് ഈ ഒരു മാസം തന്നെ റിലീസ് ആവാനായിട്ട് പോകുന്ന മൂവിയാണ് മാഡം മൈ വെബ് എന്ന് പറയുന്ന മൂവി. അപ്പോൾ മാഡം മൈ വെബ് മൂവി ആണെങ്കിൽ റിലീസ് ആവുന്നതിന് മുന്നേ ഒരു ഡിസാസ്റ്ററായി മാറുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസാസ്റ്ററായി മാറിയതിന് ശേഷം അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മുടെ സോണി ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പകരം ഈ ഒരു ഡിസാസ്റ്റർ മാറ്റി നല്ലൊരു മൂവി ആക്കാൻ വേണ്ടിയിട്ടല്ല അവർ നോക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ മാഡം മൈ വെബ് എന്ന് പറയുന്നൊരു മൂവി നമ്മുടെ സോണി എടുക്കുന്നതിൻ്റെ ആ ഒരു കാര്യം നമ്മുടെ സോണിയുടെ മൈൻഡിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സോണി ആണെങ്കിൽ ആലോചിച്ചിട്ടുള്ളൊരു കാര്യമാവും. അതായത് നമ്മുടെ സ്പൈഡർമാനെ ഈ ഒരു സോണി യൂണിവേഴ്സിലേക്ക് പുതിയൊരു സ്പൈഡർമാനെ കൊണ്ടുവരുന്നതിനേയും കാട്ടി മുമ്പേ തന്നെ നമ്മുടെ ഈ ഒരു സ്പൈഡർമാൻ്റെ വില്ലൻസിനെയൊക്കെ വെച്ചിട്ട് തന്നെ ഓരോ ഈ പ്രോജക്റ്റുകൾ ഇങ്ങനെ റിലീസാക്കാനായിട്ട് നമുക്ക് നോക്കുക എന്നുള്ളൊരു കാര്യം നമ്മുടെ സോണിയുടെ മൈൻഡിൽ വന്നിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിലിപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ വെനം, അതിനുശേഷം വെനത്തിൻ്റെ സെക്കൻഡ് പാർട്ട്, പിന്നെ നമ്മുടെ ലോഡ് മോബിയസിൻ്റെ പടം, അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ഈ വർഷം റിലീസ് ആവാനായിട്ട് പോകുന്ന ഈ മാസം റിലീസ് ആവാനായിട്ട് പോകുന്ന മാഡം മൈ വെബ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്രേവൻ ദ ഹണ്ടർ മൂവി ഉണ്ട്. അതുപോലെ തന്നെ വെനം 3യുടെ മൂവി ഉണ്ട്. അപ്പോൾ ഇത്ര മൂവീസ് നമ്മുടെ സോണി പ്ലാൻ ചെയ്തിട്ടുള്ളത് സ്പൈഡർമാൻ ഇല്ലാതെയാണ് സോണി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോണിക്ക് സ്പൈഡർമാനെ വെച്ചിട്ട് കളിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യമല്ല, അവർക്ക് സ്പൈഡർമാനെ വെച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം സോണിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ മെയിൻ റീസൺ ആയിട്ട് പറയാനായിട്ട് ഉള്ളത്. അപ്പോൾ അവർ ഫസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഈ ആൻഡ്രൂ ഗാർഫീൽഡിനെ വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേസമയം അമേസിംഗ് സ്പൈഡർമാൻ 2 മൂവി വലിയ അത്ര ഒരു ഇമ്പാക്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പിന്നെ അവർ റീബൂട്ട് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം പിന്നീട് നമ്മുടെ മാർവൽ മുന്നോട്ട് വന്ന് ടോം ഹോളണ്ടിനെ ഇറക്കി കളിച്ചപ്പോൾ അവരുടെ മനസ്സിൽ വന്നുള്ള ഒരു കാര്യമാണ്, അതായത് നമുക്ക് എന്തായാലും ഈ ഒരു മാർവൽ സൈഡിൽ നിന്ന് എന്തായാലും പൈസ കിട്ടുമല്ലോ, അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സൈഡ് ബിസിനസ് ആയിട്ട് ഈ ഒരു സ്പൈഡർമാൻ്റെ വില്ലൻസിനെയൊക്കെ വെച്ചിട്ടുള്ള മൂവീസ് പ്രൊജക്റ്റ് ഇറക്കി അതിൽ നിന്ന് നമുക്ക് കുറച്ച് പൈസ വരാം എന്നുള്ളൊരു കാര്യമാണ് അവരുടെ മനസ്സിൽ വന്നത്. അതിനുശേഷമാണ് ഈ ഒരു സ്പൈഡർമാൻ്റെ വില്ലൻസിനെയൊക്കെ വെച്ചിട്ടുള്ള പ്രോജക്റ്റുകൾ സോണി റിലീസാക്കാനായിട്ട് പോയതും. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് വന്നിട്ടുള്ള മൂവിയായിരുന്നു വെനം. അതുപോലെ തന്നെ ഈ വെനം 2ഉം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 മൂവി അത്യാവശ്യം ഒരു ഡീസൻ്റായിട്ട് പെർഫോമൻസ് നടത്തിയതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ പിന്നെ വന്നിട്ടുള്ള ഒരു കാര്യമാണ്, എന്തായാലും വെനത്തിൻ്റെ ഇത്ര നല്ലപോലെ പെർഫോം ചെയ്തു, അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ സ്പൈഡർമാൻ്റെ ഇനി ഒട്ടനവധി വില്ലന്മാരുണ്ടല്ലോ, അവരെ വെച്ചിട്ട് നമുക്ക് ഇനിയും കളിക്കാം, എന്തിനു നമ്മൾ ഈ ഒരു സ്പൈഡർമാനെ വെറുതെ ഇറക്കി കളിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മുടെ സോണിയുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവാം. അതിനുശേഷം ഈയിടയ്ക്കാണ് നമ്മുടെ സോണിയുടെ മനസ്സിലേക്ക് ഈ ഒരു കാര്യം വരുന്നത്. അതായത് നമ്മുടെ ഈ ഒരു സോണിയുടെ ഈ ഒരു വില്ലന്മാരുടെ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, നമ്മൾ സോണി സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് തന്നെ പറയാം. അപ്പോൾ സോണി സിനിമാറ്റിക് യൂണിവേഴ്സിൽ എന്തായാലും സ്പൈഡർമാൻ്റെ ആവശ്യം വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാൻസ് എല്ലാവരും ഈ ഒരു മൂവീസൊക്കെ കാണാൻ വരുന്നത് നമ്മൾ സ്പൈഡർമാനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണെങ്കിൽ കാര്യങ്ങളെല്ലാം കുറച്ച് തകിടം മറിയുക. അതിനുശേഷം ഇവർക്കാണെങ്കിൽ ഈ ഒരു സോണിക്കാണെങ്കിൽ ഒരു പ്ലാനും ഇല്ലായിരുന്നു ഈ ഒരു നമ്മുടെ സ്പൈഡർമാൻ്റെ വില്ലൻസിനെ എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ സ്പൈഡർമാനുമായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു പ്ലാൻ നമ്മുടെ സോണിയുടെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒരു പെട്ടിരിക്കുന്ന അവസ്ഥയിലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എങ്ങനെ ഒരു സ്പൈഡർമാനുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എങ്ങനെയെന്ന് ഉള്ള ആ ഒരു ചോദ്യം മാറ്റി നിർത്തുകയാണ് ഏതൊരു സ്പൈഡർമാനുമായിട്ട്, അഥവാ ടോം ഹോളണ്ടിൻ്റെ ആയാലും ഇപ്പോൾ ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ ആയാലും ടോബി മഗ്വയറിൻ്റെ ആയാലും ഇവർ 3 പേരിൽ ഏത് സ്പൈഡർമാൻ്റെ ആ ഒരു ക്യാരക്ടറിനെ അഥവാ ഏതൊരു ആക്ടറിനെ വെച്ചിട്ടാണ് അവർ മൂവി ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം പോലും അവർക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സോണിയുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വെനം എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ആണെങ്കിൽ നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ അതേ സമയമാണെങ്കിൽ നമ്മുടെ മാർവലാണെങ്കിൽ സോണിക്ക് എക്സ്ട്രാ കാശ് കൊടുത്തിട്ട് നമ്മുടെ സ്പൈഡർമാൻ അഥവാ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാനെ ആണെങ്കിൽ അവരുടെ വശത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതേശേഷം സോണി തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, അതായത് വെയിറ്റ് ആൻഡ് വാച്ച്, കണ്ടെന്തുവാന്ന് വെച്ചാൽ നമുക്ക് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ സോണി തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം സോണി ഇറക്കിയിട്ടുള്ള ഒരു കളിയാണ്, അതായത് നമ്മുടെ മാഡം മൈ വെബിനെ വെച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ എന്തായാലും നനഞ്ഞ് ഇനി കുളിച്ച് കയറാം എന്നുള്ള രീതിയിലായിട്ടാണ് നമ്മുടെ സോണി ഈ ഒരു മാഡം മൈ വെബിനെ കൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഇത്രയും നമ്മുടെ മാർവലിൻ്റെ സ്പൈഡർമാൻ്റെ ആ ഒരു ക്യാരക്ടേഴ്സുമായിട്ട് കണക്ഷനുള്ള ആ ഒരു വില്ലന്മാരെയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ എന്തായാലും മാഡം മൈ വെബ് എന്ന് പറയുന്ന ക്യാരക്ടർ ചുമ്മാ കിടക്കുക, ആ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് ഒരു പുതിയ മൂവി എടുക്കുക എന്നുള്ള ഒരു കാര്യം നമ്മുടെ സോണിയുടെ മനസ്സിലേക്ക് വരികയും അതാണ് ഇപ്പോൾ സോണി അടുത്ത് ചെയ്യാനായിട്ട് പോകുന്ന പ്രോജക്റ്റ്.
അപ്പോൾ അതിനുശേഷം നമ്മൾ സോണി തീരുമാനിക്കുകയാണ് ഈ ഒരു മൂവിക്കകത്താണെങ്കിൽ നമ്മുടെ ഈ സ്പൈഡർ വുമൻസ് എല്ലാവരും കൂടെ ചേർന്ന് പാസ്റ്റിലേക്ക് ട്രാവൽ ചെയ്യുകയും അതിനുശേഷം അവിടെ ഒരു കൊച്ചിനെ രക്ഷിക്കാനായിട്ട് പോവുകയും ചെയ്യുകയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്ലോട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മുടെ സോണി അടുത്തായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു കൊച്ചാണെങ്കിൽ വലുതായതിന് ശേഷം ഒരു വലിയൊരു ക്യാരക്ടറായി മാറുകയാണ്. അത് മറ്റൊന്നും തന്നെയില്ല, നമ്മൾ സ്പൈഡർമാൻ എന്നൊരു ക്യാരക്ടർ. അപ്പോൾ അവർ കണക്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്ന ആ ഒരു സ്പൈഡർമാൻ എന്ന് പറയുന്നത് നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ സ്പൈഡർമാൻ ആയിട്ടായിരുന്നു. പക്ഷേ അവർ ഫസ്റ്റ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 90s കാലഘട്ടത്തിൽ ആയിട്ടുള്ള ഒരു രീതിയിൽ ഈ ഒരു മൂവി എടുക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ മൂവിയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് ഈ ഒരു മൂവിയുടെ മേക്കേഴ്സ് റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. അതായത് ഇവർ ഈ ഒരു മൂവി ആണെങ്കിൽ 2000s വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. അഥവാ 2000s ആ ഒരു കാലഘട്ടത്തിലെ സെറ്റ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം അവർ പിന്നീടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ 2000 കാലഘട്ടത്തിലാണെങ്കിൽ നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ സ്പൈഡർമാൻ ആണെങ്കിൽ ജനിച്ചിട്ട് പോലും കാണത്തില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ട് ഉള്ളത്. അപ്പോൾ അതിനുശേഷം സോണി തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡ് എന്ന് പറയുന്ന സ്പൈഡർമാൻ്റെ ആ ഒരു പേര് തന്നെ ഈ ഒരു സോണിയുടെ ആ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് തന്നെ മാറ്റിക്കളയുക എന്നുള്ളൊരു കാര്യം അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേസമയം അവർക്ക് പിന്നെ അവിടെ ഒരു പ്രശ്നം പറ്റുകയാണ്. അതായത് ഈ ഒരു ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ സ്പൈഡർമാൻ റിലേറ്റഡ് ആയിട്ട് ഒട്ടനവധി റെഫറൻസും കാര്യങ്ങളും ഈസ്റ്റർ എഗ്ഗും കാര്യങ്ങളൊക്കെ തന്നെ ഈ സോണിയുടെ ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിലെ പ്രോജക്റ്റുകളിലൊക്കെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പിന്നീടാണ് അവർ ഓർക്കുന്നത്. അപ്പോൾ അതായത് ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും എന്നുള്ളൊരു കാര്യം പിന്നീടാണ് അവർക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് ഈ ഒരു കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഈ ഒരു കാര്യം സോണിക്ക് വലിയ പുതുമയായിട്ടുള്ളൊരു കാര്യമല്ല. അതായത് ഇപ്പോൾ നമ്മുടെ അമേസിംഗ് സ്പൈഡർമാൻ 2ൻ്റെ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സിനിസ്റ്റർ 6 എന്ന് പറയുന്ന ആ ഒരു വില്ലന്മാരുടെ ആ ഒരു ഗ്രൂപ്പ് തന്നെ നമുക്ക് അതിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെ തുടർന്നുകൊണ്ടുള്ള ഫ്യൂച്ചർ പ്ലാൻസും കാര്യങ്ങളും ഒന്നും തന്നെ നമുക്ക് പിന്നീട് കാണാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ ഈ ഒരു മൂവിക്കകത്തുള്ള ആ ഒരു സ്പൈഡർമാൻ്റെ റെഫറൻസ് കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ഈ ഒരു സ്റ്റാൻഡ് അലോൺ മൂവി ആയിട്ട് മാഡം വെബ് റിലീസാക്കാനായിട്ട് പോകുന്നു എന്നുള്ളൊരു റൂമർ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പം ഈ ഒരു മൂവി 2000 സെറ്റാണ്, അതുകൊണ്ട് തന്നെ ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ സ്പൈഡർമാനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ സ്പൈഡർമാൻ്റെ റെഫറൻസ് ഒക്കെ പക്ഷേ ഇതിന് മുന്നേ വന്നിട്ടുള്ള മൂവീസിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാഡം വെബ് മൂവി ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ടും വേറൊരു രീതിയിലായിട്ട് ഇറക്കാനായിട്ടാണ് അവരുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള റൂമേഴ്സ് പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സോണിയാണെങ്കിൽ ഈ മാഡം വെബ് മൂവിയുടെ ഒരു റെസ്പോൺസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു മൂവിക്ക് നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ക്രേവൻ ദ ഹണ്ടർ മൂവി ആ ഒരു പ്രോജക്റ്റ് വെച്ചിട്ടും സോണി ഈ ഒരു സെയിം കളി തന്നെ കളിക്കാനായിട്ടാണ് പ്ലാൻ. അതായത് ഇപ്പോൾ നമ്മുടെ മാഡം വെബ് സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഇറക്കിയതിന് ശേഷം നല്ല റെസ്പോൺസാണ് കിട്ടുന്ന, ഓഡിയൻസിൻ്റെ ഭാഗത്ത് നല്ല റെസ്പോൺസാണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു നമ്മുടെ ക്രേവൻ ദ ഹണ്ടർ എന്ന് പറയുന്ന മൂവി ഒരു സ്റ്റാൻഡ് അലോൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു മൂവി ആയിട്ട് ഇറക്കാനാണ് നമ്മുടെ സോണിയുടെ ഇപ്പോഴത്തെ പ്ലാനായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്രൈം ദ ഹണ്ടർ മൂവി ആണെങ്കിൽ റീഷൂട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് പോകുന്നൊരു മൂവിയാണ്. അപ്പോൾ ആ റീഷൂട്ട് ചെയ്തതിന് ശേഷം സ്പൈഡർമാൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ അവർ ആ ഒരു മൂവിയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സ്റ്റാൻഡ് അലോൺ ടൈപ്പ് മൂവി ആയിട്ട് ഇറക്കാനായിട്ടുള്ള ചാൻസ് കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മാഡം വെബിന് സംഭവിച്ച ഈ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് തോന്നുന്നൊരു കാര്യം, അഥവാ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയായിട്ട് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ ഒരു സ്പൈഡർമാൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഒരു മണി മേക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മുടെ സോണി ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അതേസമയം നമ്മൾ ഈ ഒരു സ്പൈഡർമാൻ ഫാൻസ് ആയിക്കോട്ടെ നല്ല രീതിക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ ഒരു സ്പൈഡർമാൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അതിനെ കുളമാക്കുന്നത് തന്നെയാണ് നമ്മുടെ സോണിയുടെ ഇപ്പോഴത്തെ പരിപാടി എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മുടെ മാർവലാണെങ്കിൽ ഈ ഒരു സ്പൈഡർമാൻ 4, 5, 6 അങ്ങനത്തെ ഉള്ള മൂവീസൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് മാർവലിൻ്റെ സ്പൈഡർമാൻ്റെ, അതായത് നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ്റെ. അപ്പോൾ ആ ഒരു മൂവീസൊക്കെ തന്നെ ഗ്രൗണ്ടഡ് ആക്കി ഇറക്കാനായിട്ടാണ് നമ്മുടെ മാർവൽ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേസമയം നമ്മുടെ സോണി ആണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ കയറിയിട്ട് നമ്മുടെ ഈ ഒരു ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാനെ വെച്ചിട്ട് ഒരു നോ വേ ഹോം 2.0 തന്നെ എടുക്കാനായിട്ടാണ് നമ്മുടെ സോണി ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് റൂമേഴ്സ് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതായത് ഇനി വരാൻ പോകുന്ന സ്പൈഡർമാൻ 4 മൂവിക്കകത്ത് നമ്മൾ ടോം ഹോളണ്ടിനെ അതുപോലെ തന്നെ ടോബി മഗ്വയറിൻ്റെ സ്പൈഡർമാനെ കൊണ്ടുവരാനായിട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് റൂമേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സോണിയുടെ ഈ ഒരു ലൈവ് ആക്ഷൻ്റെ പടങ്ങളൊന്നും തന്നെ ഇപ്പം ക്ലിക്ക് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിക്ക് ആവുന്നില്ലെങ്കിൽ അത് അവിടെ വെച്ച് നിർത്താൻ തന്നെയാണ് സോണി നോക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സോണിയുടെ നല്ല നല്ല പ്രോജക്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ സ്പൈഡർമാൻ്റെ ഗെയിം ഉണ്ട്, ഇൻസോമേനിയാക്കിൻ്റെ സ്പൈഡർമാൻ 1ഉം 2ഉം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അക്രോസ് സ്പൈഡർവേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റു ദ സ്പൈഡർവേഴ്സ്, അത് രണ്ടും ഒരു അടിപൊളി മൂവികൾ തന്നെയായിരുന്നു നമുക്ക് പറയാനായിട്ട് സാധിക്കും. അക്രോസ് സ്പൈഡർവേഴ്സ് ആണെങ്കിൽ ഒരു മാസ്റ്റർ പീസ് ഐറ്റം എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന ഒരു മൂവി തന്നെയാണ്. അപ്പോൾ ഇതിൽ രണ്ടിലുള്ള കോമൺ തിങ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഫസ്റ്റ് തന്നെ പറയാനായിട്ടുള്ളത് നമ്മുടെ സോണിയുടെ ഒരു ഇൻ്റർഫിയറൻസ് ഈ രണ്ട് പ്രോജക്ട്സിലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ നല്ല രീതിക്ക് ക്ലിക്ക് ആയിട്ടുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ രണ്ട് പ്രോജക്ട്സിലും ആണെങ്കിൽ നമ്മുടെ സ്പൈഡർമാൻ്റെ ഒരു ഇതുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് സ്പൈഡർമാനെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.
അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഈ ഒരു ഓഡിയൻസ് ആണെങ്കിൽ കൂടുതൽ സ്പൈഡർമാനെ കാണാനായിട്ടാണ് ഓഡിയൻസിൻ്റെ ആഗ്രഹം. അതേസമയം സ്പൈഡർമാൻ്റെ സൈഡ് ക്യാരക്ടേഴ്സിനെ കാണാനായിട്ടല്ല എന്നുള്ളൊരു കാര്യം അത് പ്രൂവ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ വിചാരിക്കുന്നുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോണി ആണെങ്കിൽ ഇനി അവരുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി നല്ലൊരു രീതിയിലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ മാർവലായിട്ട് കോഓപ്പറേറ്റ് ചെയ്ത് മാർവലിൻ്റെ ആ ഒരു വഴിക്ക് തന്നെ പോട്ടെ എന്നുള്ളൊരു കാര്യം തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ എന്തായാലും നമ്മുടെ സോണി ഇതിലൊന്നും ഇൻ്റർഫിയർ ചെയ്യാതിരുന്ന അത്രയും നല്ലത്. അതായത് മൂവിയും നല്ലതായിരിക്കും, എല്ലാം തന്നെ നല്ലതായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.